ഹരേ കൃഷ്ണ. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്തഃപുരത്തിൽ രുക്മിണി ദേവിയുമായി സല്ലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രുക്മിണി ദേവിയെ ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് ഭഗവാൻ മനസ്സിൽ തീരുമാനിച്ചു. അദ്ദേഹം ദേവിയോട് കളിയായി ചില കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചു. ദേവി, ഒരു കന്യകയുടെ മനസ്സിൽ അതിയായ സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അവൾ മനസ്സുകൊണ്ട് സ്നേഹിച്ചിരുന്ന യുവാവിനെ വേൽക്കാൻ സൗഭാഗ്യമുണ്ടാകുമ്പോൾ. രുക്മിണി ദേവി മറുപടി പറഞ്ഞു. ഏതു തരത്തിൽപ്പെട്ട യുവാവിനോടായിരിക്കാം കന്യകമാർക്ക് അഭിവാജ്ഞ ഉണ്ടാകുന്നത്? അയാൾ സുന്ദരനും സുമുഖനുമായിരിക്കണം, പ്രശസ്തനായിരിക്കണം, ധീരനായിരിക്കണം. ദേവി മന്ദസ്മിതത്തോടെ മറുപടി പറഞ്ഞു. അത് കേട്ട് പുഞ്ചിരി തൂകിയ ശ്രീകൃഷ്ണൻ വീണ്ടും ചോദിച്ചു. ആട്ടെ, ഒരു ഉത്തമ ഭാര്യ പൂർണ്ണ സംതൃപ്തിയാകുന്നത് എപ്പോഴാണ്? അവൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം പൂർണ്ണമായിട്ടും ലഭ്യമാകുമ്പോൾ, ആ പരസ്പര സ്നേഹത്തിൻ്റെ ഫലമായിട്ട് ഒരു മാതാവാകുവാൻ സാധിക്കുമ്പോൾ. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഭഗവാൻ പറഞ്ഞു. ഞാൻ ദേവിയോട് കാട്ടിയിരുന്നത് തികച്ചും അനീതിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. രൂപലാവണ്യമില്ലാത്തവനെന്നത് പോട്ടെ, കാഴ്ചയ്ക്ക് കാർവർണ്ണനായ ഞാൻ വിരൂപനുമാണ്. പ്രശസ്തിയെപ്പറ്റി പറയുകയേ വേണ്ട. കള്ളനെന്ന് സകലരാലും വിളിക്കപ്പെടുന്നവനാണ് ഞാൻ. പിന്നെ ഗുണഗണത്തിൻ്റെ കാര്യത്തിലും ഞാൻ ഒരു വട്ടപൂജ്യമാണ്. ഗോക്കളെ മേയിച്ച് വനമായ വനങ്ങൾ തോറും അലഞ്ഞു നടന്നിരുന്ന ഞാൻ സന്ദർഭം കിട്ടിയപ്പോഴൊക്കെ ഗോപസ്ത്രീകളുമായി ശൃംഗരിക്കുകയും അവരുടെ ഉടയാടകളും മറ്റും കവർന്ന് വേണ്ടുന്നത്ര ചീത്തപ്പേരും നേടിയിട്ടുള്ളവനാണ്. പിന്നെ ധൈര്യത്തിൻ്റെ കാര്യം പറയുകയേ വേണ്ട. നിർധനനും നിസ്സഹായനുമായി ശത്രുക്കളെ ഭയന്ന് ഈ ദ്വാരകയിൽ വന്ന് ഒളിച്ചു താമസിക്കുന്നവനുമാണ്. കൂടാതെ ഒരു ഉത്തമ ഭാര്യയായ ദേവിക്ക് ഒരു പുത്രനെ പ്രദാനം ചെയ്യുവാൻ പോലും എനിക്ക് സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് രാജപുത്രിയായ ദേവി ഒരു കാര്യം ചെയ്യുക. പ്രതാപിയായ ഏതെങ്കിലും ഒരു രാജാവിനെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുക. ഇതിൽ ഈയുള്ളവന് സന്തോഷമേ ഉള്ളൂ. ശ്രീകൃഷ്ണന്റെ ചടുല വാക്കുകൾ കേട്ട് വേപതുഗാത്രിയായ രുക്മിണി ദേവി ബോധരഹിതയായി നിലം പതിച്ചു. അത് കണ്ട് ശ്രീകൃഷ്ണൻ അമ്പരന്നുപോയി. കളി കാര്യമായല്ലോ എന്നോർത്ത് അദ്ദേഹം പരവശനായി. ഓടിച്ചെന്ന് തണുത്ത ജലമെടുത്തു കൊണ്ടുവന്ന് ഭഗവാൻ ദേവിയുടെ മുഖത്ത് തളിച്ചിട്ട് അംഗവസ്ത്രത്തിന്റെ തലപ്പ് കൊണ്ട് തൻ്റെ പ്രാണേശ്വരിയെ ഹിതകരമായി വീശിക്കൊടുത്തു. ബോധം തെളിഞ്ഞുണർന്ന രുക്മിണി ദേവിയുടെ കുവലയമിഴികൾ അശ്രുപൂർണങ്ങളായിരുന്നു. തൻ്റെ കളിവാക്കുകൾ സദ്യം ക്ഷമിച്ചരുളേണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയുടെ കണ്ണുനീർ തുടച്ചിട്ട് പ്രേമ പാരവശ്യത്തോടെ തൻ്റെ പ്രാണപ്രേയസിയെ ആലിംഗനം ചെയ്തു.